അടുത്തത് എൻക്യാപ്സുലേഷൻ. Encapsulation is one of the core principles of object-oriented programming. It is a concept of binding data, like attributes, അതുപോലെ തന്നെ ഫങ്ഷൻസിനെയും ബൈൻഡ് ചെയ്യും ദാറ്റ് ഓപ്പറേറ്റ് ഓൺ ഡേറ്റ ഇൻ ടു എ സിംഗിൾ യൂണിറ്റ്. അപ്പോൾ ഞാൻ ഒബ്ജക്റ്റിനകത്തേക്ക് ഡേറ്റ യൂണിറ്റിനെ കൊണ്ടെത്തിക്കുക എന്നുള്ള ഡേറ്റ റാപ്പിംഗ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റാണ് എൻക്യാപ്സുലേഷൻ. അതുകൂടാതെ തന്നെ വൈൽ റെസ്ട്രിക്റ്റിംഗ് ഡയറക്റ്റ് ആക്സസ് ടു സം ഓഫ് ദി ഒബ്ജക്ട്സ് കമ്പോണൻസ്, ചില ഭാഗങ്ങളിലേക്ക് എന്ത് ചെയ്യും, ഡയറക്റ്റ് ആക്സസ് ഒഴിവാക്കും. അതാണ് എൻക്യാപ്സുലേഷൻ എന്ന് വെച്ചാൽ ഡേറ്റ പ്രൊട്ടക്ഷനാണ് ഇതിനകത്തൂടെ ഉദ്ദേശിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. എന്തിനാണ് എൻക്യാപ്സുലേഷൻ ഉപയോഗിക്കുന്നത്? ഒന്ന്, പ്രൊട്ടക്ട് ദി ഇൻറ്റേർണൽ സ്റ്റേറ്റ്. നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ പ്രൊസീജിയറൽ ലാംഗ്വേജിനകത്ത് വരുന്ന ചില പ്രശ്നങ്ങളുണ്ട്. പ്രൊസീജിയർ ലാംഗ്വേജിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുന്നില്ല. നമുക്ക് ഏതൊരു സാഹചര്യത്തിൽ വന്നാലും ചിലപ്പോൾ അത് റീ എഡിറ്റ് ചെയ്തേക്കാം. അതുപോലെ തന്നെ പ്രിവെൻറ്റ് അൺഇൻറ്റൻഡഡ് മോഡിഫിക്കേഷൻ, കൺട്രോൾ ഹൗ ദി ഡേറ്റ ആക്സസ് എന്ന് വെച്ചാൽ എങ്ങനെയാകണം ഒരു ഡേറ്റയെ ആക്സസ് ചെയ്യേണ്ടത്, ചേഞ്ച് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുന്ന ഈ പറഞ്ഞ എൻക്യാപ്സുലേഷനാണ്. പിന്നെ കോഡ് മൊഡ്യൂലാരിറ്റി, റീഡബിലിറ്റി അത് ഇമ്പ്രൂവ് ചെയ്യുന്നു. സാധാരണ കാണുന്ന സപ്പോർട്ട് ഡേറ്റ വാലിഡേഷൻ, ഇൻറ്റഗ്രിറ്റി, ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടി എൻക്യാപ്സുലേഷൻ. പൊതുവെ പറയുകയാണെങ്കിൽ ഡേറ്റ ഈ പറഞ്ഞ ഇൻറ്റഗ്രിറ്റി നോക്കുക, ആക്സിഡൻ്റൽ എഡിറ്റ്സ് ഒഴിവാക്കുക. ഇപ്പോൾ നമ്മൾ എയർ ഇന്ത്യയുടെ ആക്സിഡൻറ്റ് ഒരു എക്സാമ്പിളാണ്. ഇപ്പോൾ എയർ ഇന്ത്യയുടെ ആക്സിഡൻറ്റിൽ പൈലറ്റ് എൻജിൻസ് ഓഫ് ചെയ്യുന്ന സ്വിച്ച് അവർക്ക് ആക്സസിബിലിറ്റി ഉണ്ടായത് കൊണ്ടാണ് ഈ പറഞ്ഞ അപകടം ഉണ്ടായത്. അപ്പം അതുകൊണ്ട് ഹ്യൂമൻ എററാണ് പറഞ്ഞ ക്രാഷിന് കാരണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്നതുപോലെ ചില കാര്യങ്ങൾ, ചില ആക്സസിബിലിറ്റി കൊടുത്തു കഴിഞ്ഞാൽ ആക്സിഡൻ്റൽ ചില പ്രശ്നങ്ങളുണ്ടാവും. ഉദാഹരണം ഇപ്പം നമ്മൾ ഈ പറഞ്ഞ എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ ഒരു ഉദാഹരണമാണ്. അതുകൊണ്ടാണ് ഇപ്പം എയർബസ് ഫ്ലൈ ബൈ വയർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കൺട്രോൾ സിസ്റ്റം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവിടുത്തെ ലേറ്റസ്റ്റ് എയർക്രാഫ്റ്റിലൊക്കെ അവർ നോക്കുന്നൊരു സാധനമാണ് ഈ പറഞ്ഞ ഫ്ലൈ ബൈ വയർ എന്ന് വെച്ചാൽ കംപ്ലീറ്റ്ലി ഫ്ലൈ ബൈ വയർ ആക്കുക, നോ കൺട്രോൾസ് എല്ലാം ഒരു ബട്ടൺസിലേക്ക് ഒതുക്കുക എന്നുള്ളതാണ് നോക്കുന്നത്. എന്ന് വെച്ചാൽ റീപ്ലേസസ് ദി കൺവെൻഷണൽ മെക്കാനിസം ലിങ്കേജസ് ബിറ്റ്വീൻ ദി പൈലറ്റ്സ് കൺട്രോൾസ് ആൻഡ് ദി ഫ്ലൈറ്റ് കൺട്രോൾ സർഫസ് ഓഫ് ദി ഇലക്ട്രോണിക് സിഗ്നൽസ്. Instead of direct physical connections, pilots' inputs are converted into electrical signals which are then interpreted by computers and control actuators to move the surface. എന്ന് വെച്ചാൽ ഉദാഹരണം നമ്മളിപ്പോൾ ഈ പറഞ്ഞ ഒരു സിസ്റ്റം തന്നെ നോക്കാം. അവർക്ക് നേരിട്ട് എൻജിൻ ഓഫ് ചെയ്യാനുള്ള ആക്സസിബിലിറ്റി കോക്പിറ്റിനകത്ത് ഉള്ളത് കൊണ്ട് എന്ത് ചെയ്തു, അവർക്ക് ആ എൻജിൻ ഓഫ് ചെയ്യാൻ പറ്റി. പക്ഷേ മറിച്ച് സിസ്റ്റം സിഗ്നൽസ് വഴി, അതായത് എനിക്കിപ്പോൾ എൻജിൻ ഓഫ് ചെയ്യണം എന്നുള്ളൊരു സിഗ്നൽ കൊടുക്കുകയായിരുന്നുണ്ടെങ്കിൽ ചിലപ്പം സിസ്റ്റം ഐഡൻറ്റിഫൈ ചെയ്യും ഫ്ലൈയിങ്ങിലുള്ള ഒരു എയർക്രാഫ്റ്റിനെ ഒരിക്കലും എൻജിൻ ഷട്ട് ഡൗൺ ചെയ്യാൻ പറ്റില്ലെന്ന് സിസ്റ്റം റെസ്പോണ്ട് ചെയ്യും. അപ്പോൾ അങ്ങനെ നിങ്ങൾ എന്തെങ്കിലും ഫങ്ഷണാലിറ്റിയിലൂടെ, മെത്തേഡ്സിലൂടെ മാത്രമേ ഈ പറഞ്ഞ പോസിബിലിറ്റി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നേരിട്ട് ആ ഒരു എൻജിൻ ഓഫ് ചെയ്യാനുള്ള ആക്സസിബിലിറ്റി കൊടുക്കരുത്. അതാണ് ഇപ്പം വന്ന പ്രശ്നം. അപ്പം ഈ ഒരു ടെക്നോളജി വരുമ്പോൾ ചിലപ്പോൾ അതിനകത്തൊരു മാറ്റം വരേക്കാം. അപ്പോൾ ഹ്യൂമൻ എററാണ് പല ഭാഗത്തും പ്രശ്നം വരുന്നത്. അപ്പോൾ ഹ്യൂമൻസ് ആ പറഞ്ഞ ഡേറ്റയെ ആക്സസ് ചെയ്യാതിരിക്കുക, അതാണ് ഏറ്റവും നല്ലത്. ഇപ്പം കോഫി മെഷീൻ്റെ ഒരു കഥ പറയുകയാണെങ്കിൽ, കോഫി മെഷീൻ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു പ്രൊസീജിയർ ലാംഗ്വേജിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, മാനുവലി പോയി കോഫി ഉണ്ടാക്കണം, പഞ്ചസാര ഇടണം, വെള്ളം തിളപ്പിക്കണം, വെള്ളം തിളച്ചെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ പൊടിയിടുന്നു, കാര്യങ്ങൾ ഉണ്ടാക്കുന്നു. എന്നാൽ ഫങ്ഷണൽ പ്രോഗ്രാമിലേക്ക് വരുമ്പോൾ എന്താണ്, ഓരോ ഫങ്ഷണാലിറ്റിക്കും ഒരു ഫങ്ഷൻസ് ഉണ്ട്. എന്ന് വെച്ചാൽ ഗ്രൈൻഡ് ചെയ്യാനൊരു ഫങ്ഷണാലിറ്റി, അതേപോലെ തന്നെ പറഞ്ഞ ബ്രൂ ചെയ്യാനൊരു ഫങ്ഷണാലിറ്റി, കപ്പിലേക്ക് ഒഴിക്കാൻ, കപ്പിൽ നിന്ന് കപ്പ് വെക്കാൻ, കപ്പിൽ ഒഴിക്കാൻ ഒരു ഫങ്ഷണാലിറ്റി. 4 ഫങ്ഷണാലിറ്റിയെ ഇൻ്റർ ഡിപ്പെൻഡൻ്റ് ആയിട്ട് വെച്ചേക്കുന്നു, തമ്മിൽ കണക്ഷൻസ് ഒന്നുമില്ല. എന്നാൽ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൽ ഇതെല്ലാം ഇൻറ്റഗ്രേറ്റഡ് ആണ്. ഒരു സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ ബാക്കി എല്ലാ കാര്യങ്ങളും നടക്കും എന്ന് പറയുമ്പോഴും ഈ എൻക്യാപ്സുലേഷൻ എവിടെ നിന്ന് സാഹചര്യം എവിടെ നിന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, you don't have access to the temperature control. You don't have access to how much sugar has to be added. ഷുഗർ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്, പക്ഷേ നേരിട്ട് എന്തായാലും നിങ്ങൾക്ക് വാരി ഇടാനുള്ള ഓപ്ഷൻ ഒന്നുമില്ല. അതേപോലെ ഈ പറഞ്ഞ കോഫി പൗഡർ നിങ്ങൾക്ക് എത്ര സെലക്ട് ചെയ്യണം അങ്ങനെയുള്ള ഓപ്ഷൻസ് ഒന്നുമില്ല. എന്ന് വെച്ചാൽ അങ്ങനെയുള്ള ഡേറ്റ നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന കോഫി ഡിഫറെൻറ്റ് കൈൻഡ്സ് ആവും. മധുരം മാത്രം നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, അതല്ലാതെ വേറെ ഓപ്ഷൻസ്, പാലിൻ്റെ അളവിൽ മാറ്റം വരുത്താൻ നിങ്ങൾക്ക് പറ്റില്ല. അതിനെയാണ് നമ്മൾ എൻക്യാപ്സുലേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ഒന്ന് നോക്കാം. അപ്പം ഇത് പൈത്തണിൻ്റെ വൺ ഓഫ് ദി കോർ ഫീച്ചറാണ് ഈ പറയുന്നത് എൻക്യാപ്സുലേഷൻ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൻ്റെ. അപ്പോൾ അത് പ്രൊട്ടക്ട് ദി ഇൻറ്റേർണൽ സ്റ്റേറ്റ് ഓഫ് എൻ ആട്രിബ്യൂട്ട് ഓർ സ്റ്റേറ്റ് ഓർ ഡേറ്റ. അപ്പോൾ എൻ്റെ കയ്യിൽ ഇത് ഫോൺ എന്ന് പറഞ്ഞിട്ടൊരു ക്ലാസ് ഉണ്ട്. അതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോൺഫിഗറേഷൻ മെത്തേഡ് ഉണ്ട്. അതിനകത്ത് സെൽഫ് ഒരു ഒബ്ജക്റ്റിനെ എടുക്കുന്നു, മോഡൽ ആൻഡ് സ്റ്റോറേജ് എന്ന് പറഞ്ഞ 2 പാരാമീറ്റേഴ്സ് എക്സ്പെക്ട് ചെയ്യുന്നു കോൺഫിഗറേഷന് വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മൾ പറയുന്നു മോഡൽ പബ്ലിക്കാണ്, എന്ന് വെച്ചാൽ ആർക്കും വന്നിട്ട് മോഡൽ മാറ്റി കൊടുക്കാം. പക്ഷേ ഈ പറഞ്ഞ പോലെ എങ്ങനെയാണ് ഇതിൻ്റെ ഡേറ്റയെ പ്രൊട്ടക്റ്റ് ചെയ്യുകയെന്ന് വെച്ചാൽ, എൻക്യാപ്സുലേഷൻ ചെയ്യുന്ന പരിപാടി എന്ന് വെച്ചാൽ
ഒരു സിംഗിൾ അണ്ടർസ്കോർ വിത്ത് ആട്രിബ്യൂട്ട് നെയിം എന്ന് പറഞ്ഞാൽ അത് പ്രൊട്ടക്റ്റഡ് എന്ന് പറഞ്ഞാൽ അതിന് സ്റ്റാറ്റസ് എന്താണെന്ന് വെച്ചാൽ വീണ്ടും നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. പക്ഷേ എന്ത് ചെയ്യാം, അത് ഉപയോഗിക്കാൻ പാടില്ലെന്ന് മറ്റുള്ള ഡെവലപ്പേഴ്സിന് പറഞ്ഞു കൊടുക്കലാണ് ഈ പറഞ്ഞ പ്രൊട്ടക്റ്റ്. ഈ അണ്ടർസ്കോർ കൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യം വീണ്ടും ഇതിനകത്ത് മാറ്റം വരുന്നതിന് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത് റൺ ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ ഞാൻ എന്ത് ചെയ്തു, ഇവിടെ മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. അതിനുശേഷം ഞാൻ പറയുകയാണ് ഒരു പുതിയ ഫോൺ ഓബ്ജക്റ്റ് ഉണ്ടാക്കുന്നു. ഫോൺ എന്ന് പറഞ്ഞ ക്ലാസ്സിൽ നിന്നും S22 ആണ് മോഡൽ, 128 GB ആണ് സ്റ്റോറേജ്. അപ്പം സെൽഫ് എന്തായി, ഫോണായി അല്ലേ. അപ്പോൾ ഞാൻ പറയുന്നു മോഡൽ നമ്പർ പ്രിൻറ്റ് ചെയ്യാൻ പറയുന്നു. നമുക്ക് നോക്കാം. മോഡൽ നമ്പർ പ്രിൻറ്റ് ചെയ്തു, S22 എന്ന് പറഞ്ഞു. അതിനുശേഷം നമ്മൾ നേരത്തെ പറഞ്ഞു പ്രൊട്ടക്റ്റഡ് ആണെന്ന് പറയുമ്പോഴും അത് റിയലി പ്രൊട്ടക്റ്റഡ് ഒന്നുമല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ആക്സസ് ചെയ്യാം, പക്ഷേ ആക്സസ് ചെയ്യാതിരിക്കുന്നതാണ്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് പ്രശ്നമില്ല, പക്ഷേ എന്നിരുന്നാൽ തന്നെയും ഡെവലപ്പർ എടുത്ത് പറയുകയാണ് ഇത് ചെയ്യാതിരുന്നാൽ കൺവെൻഷനലി വർക്കാണെങ്കിൽ കൺവെൻഷണൽ ഡെവലപ്പർ എടുത്ത് പറയുകയാണ് ചെയ്യരുത്. പക്ഷേ സ്റ്റിൽ ക്യാൻ ബി ആക്സസ്ഡ് ഇൻ സബ് ക്ലാസ്സസ്. അത് ഈ ഇൻഹെറിറ്റൻസിലേക്ക് വരുമ്പോൾ വീണ്ടും ഇതിൻ്റെ ഉപയോഗം വരുന്നുണ്ട്. ഇത് വീണ്ടും സബ് ക്ലാസ്സസിലേക്ക് നമുക്ക് എടുക്കുകയും ചെയ്യാം, പ്രൊട്ടക്റ്റഡ് എന്ന് പറഞ്ഞാൽ. പിന്നെ മൂന്നാമത്തെ ഒരു കാറ്റഗറി ഉണ്ട് നമുക്ക്, ബാറ്ററി ഹെൽത്ത്. അപ്പോൾ നമ്മൾ പറയുന്നത് ഫോണിൻ്റെ ബാറ്ററി ഹെൽത്ത് എല്ലാവരും കാണണ്ട, പക്ഷേ നമ്മൾ ഉപയോഗത്തിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, മറ്റൊരു ഫംഗ്ഷനാലിറ്റി നിങ്ങൾ ചോദിക്കുകയാണ് ബാറ്ററി ഹെൽത്ത് എത്രയായെന്നൊരു ഫംഗ്ഷൻ വഴി ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടും. അല്ലാതെ നിങ്ങൾക്ക് നേരിട്ട് ആ ഡേറ്റയിലേക്ക് ആക്സസ് ഉണ്ടാവത്തില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്തു, അതിനെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ഡബിൾ അണ്ടർസ്കോർ ഡണ്ടർ മെത്തേഡ് വെച്ചിട്ടാണ് ഉപയോഗിക്കുന്നത്. ഡബിൾ അണ്ടർസ്കോർ എന്ന് പറഞ്ഞാൽ 2 അണ്ടർസ്കോർസ് ഉണ്ടാവും. അത് വെച്ചിട്ടൊരു വേരിയബിളിൻ്റെ പേരിടുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് പ്രൈവറ്റ് ആയതിനെ നമുക്ക് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആക്സസ് കഴിഞ്ഞാൽ എറർ വരും. എന്ന് വെച്ചാൽ അവർ പറയും ആട്രിബ്യൂട്ട് എററാണ്, ഇങ്ങനൊരു സാധനമില്ല, ഡിഡ് യു മീൻ ഫോൺ ബാറ്ററി ഹെൽത്ത്, ഇങ്ങനൊരു ആട്രിബ്യൂട്ട് ഇതിനകത്ത് ഡിഫൈൻ ചെയ്തിട്ടില്ല ഫോണിനകത്ത്. പക്ഷേ നമുക്കറിയാം ഇതിനകത്ത് ഉണ്ടെന്ന്. പക്ഷേ പൈത്തൺ പറയുന്നത് വെച്ചാൽ അതിനകത്ത് ഇല്ല എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് നമ്മൾ വിചാരിക്കും പിന്നെ അത് ആക്സസ് ചെയ്യാതിരിക്കുമല്ലോ. അങ്ങനെയാണ് പ്രൈവറ്റ് ആക്കുക. എന്നാൽ ജാവയിലൊക്കെ ആണെങ്കിൽ ഇതിന് പ്രൈവറ്റ് തന്നെയാണ്, ഇതിനകത്ത് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇതിനകത്ത് ആക്സസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എറർ വരും, നിങ്ങൾക്ക് ഇതിനെ മോഡിഫൈ ചെയ്യാൻ പറ്റുന്നു. പക്ഷേ പൈത്തൺ അതിൻ്റെ ഒരു ബാക്ക് ഡോർ കൂടി തുറന്നിടുന്നുണ്ട്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് റിയലി പ്രൊട്ടക്റ്റഡ് ഒന്നുമല്ല, നിങ്ങൾക്ക് വേണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ മാറ്റാം. പക്ഷേ നിങ്ങൾ അറിയണം അത് ശരിക്കും പ്രൊട്ടക്റ്റഡ് ആണ്. നിങ്ങളങ്ങനെ പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടി വരും, അത് വേറെ ഒരുപാട് മാറ്റങ്ങളുണ്ടാവും. അപ്പോൾ അതിനുവേണ്ടി ചെയ്യുന്ന പരിപാടിയാണ് നമ്മൾ നെയിം മാംഗ്ലിങ്. അപ്പോൾ നമ്മൾ നെയിം ഡിസ്ട്രോയ് ചെയ്തിട്ടൊരു ബാക്ക് ഡോർ വഴി കയറി പോകുന്നൊരു പരിപാടിയാണ്. അത് ചെയ്യേണ്ട ഇത്രേ ഉള്ളൂ. നമ്മളുടെ ഓബ്ജക്റ്റിൻ്റെ പേര് ഡോട്ട് നമ്മളുടെ ക്ലാസ്സിൻ്റെ പേരെന്താണോ, ഇപ്പോൾ നമ്മളുടെ കേസ് ഫോണെന്ന് പറഞ്ഞാലാണ് ക്ലാസ്. അതുപോലെ തന്നെ നമ്മുടെ ഈ പറഞ്ഞ ആട്രിബ്യൂട്ടിൻ്റെ പേര് അതേപോലെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെന്താ ചെയ്യുന്നത്, ഇതിലേക്ക് കയറി. ഇപ്പം അതുകൊണ്ട് നമുക്ക് 100, ഇപ്പം നമുക്ക് ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഞാൻ കമൻറ്റ് ചെയ്തു, അതിനുശേഷം കിട്ടുന്ന ഡേറ്റ 100ആണ്. കാരണം എന്താണ്, നമ്മളിപ്പോൾ റിയലി ഡേറ്റ ആക്സസ് ചെയ്ത് കഴിഞ്ഞു. പ്രൈവറ്റ് ആണെന്ന് പറഞ്ഞപ്പോഴും നമുക്കിങ്ങനെ പോകാനുള്ളൊരു വഴിയുണ്ട്. അണ്ടർസ്കോർ ക്ലാസ് നെയിം ഒബ്ജക്റ്റിനകത്താണ്, ഒബ്ജക്റ്റിനകത്ത് അണ്ടർസ്കോർ ക്ലാസ് നെയിം, അതുപോലെ തന്നെ ആട്രിബ്യൂട്ടിൻ്റെ പേര് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക്, അതുകൊണ്ട് ഞാൻ പറഞ്ഞത് പ്രൊട്ടക്റ്റഡ് അല്ല, പ്രൈവറ്റ് ആണെന്ന് പറയുമ്പോഴും അതിനെ വീണ്ടും ആക്സസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷേ ജാവയിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. ഓക്കെ, അപ്പം നേരത്തെ പറഞ്ഞു ഇറ്റ് ഷുഡ് നോട്ട് ബി ചേഞ്ച്. അതായത് സോ വെൻ യു ഹാവ് എ പ്രൊട്ടക്റ്റഡ് ഓർ പ്രൈവറ്റ് ഡേറ്റ, അങ്ങനെ ഒരു ഡേറ്റ കാണുവാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങളൊരു ഡെവലപ്പർ ആണെങ്കിൽ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾ ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു ഫീച്ചർ ഡെവലപ്പ് ചെയ്തു, ആ ഡെവലപ്പ് ചെയ്ത ഫീച്ചർ മറ്റൊരു ഡെവലപ്പർ കൊടുക്കുകയാണ്, നിങ്ങളതിലും പബ്ലിക് റിപ്പോസിറ്ററിയിലേക്ക് പുഷ് ചെയ്യാണ് മൊഡ്യൂളായിട്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പ്രൈവറ്റോ പ്രൊട്ടക്റ്റഡ് ഡേറ്റയോ നിങ്ങൾ ഡിഫൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് സെറ്റ് ഓർ ഗെറ്റ് മെത്തേഡ് വഴി മാത്രമേ ആക്സസ് ചെയ്യാൻ പാടുള്ളൂ. എന്ന് വെച്ചാൽ മറ്റൊരു ബട്ടൺ ക്രിയേറ്റ് ചെയ്തിട്ട് ആ ബട്ടൻ്റെ പുറകിലാണ് ഈ പറഞ്ഞ ലോജിക്ക് സെറ്റ് ചെയ്യേണ്ടത്. എന്ന് വെച്ചാൽ ആ ബട്ടൺ ഞെക്കിയാലേ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവുള്ളൂ, കിട്ടുള്ളൂ എന്ന് പറയണം. എന്ന് വെച്ചാൽ നമ്മുടെ ഫോൺ ബട്ടൺസ് പോലെ നിങ്ങൾ എന്ത് ചെയ്യണം, ഡയറക്റ്റ് സർക്യൂട്ട്സിലേക്കോ ഹാർഡ്വെയറിലേക്കോ കണക്ട് ചെയ്യുന്നതിന് പകരമായിട്ട് നിങ്ങൾക്ക് എന്താണ് ഫോണിൽ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ മെനു കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ആ മെനൂസ് ത്രൂ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അതുപോലെ തന്നെയാണ് ഇവിടെയും ഗെറ്റ് ഓർ സെറ്റ് മെത്തേഡ് ഉപയോഗിച്ച് മാത്രമേ ഡേറ്റ ആക്സസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് ബാറ്ററി ഹെൽത്ത് ഉണ്ടെങ്കിൽ ഞാൻ ഇവിടുന്ന് ഇത് ഞാൻ കമൻറ്റ് ചെയ്യാണ്. അപ്പോൾ ഇവിടെ ബാറ്ററി ഹെൽത്ത് ഉണ്ട്, നമുക്ക് എന്ത് ചെയ്യണം, അതിൻ്റെ ബാറ്ററി ഹെൽത്ത് കാണണമെങ്കിൽ നമുക്ക് എന്താ ഒരു മെത്തേഡ് ഡിഫൈൻ ചെയ്യാം. എന്ന് വെച്ചാൽ ഗെറ്റ് ബാറ്ററി ഹെൽത്ത് എന്ന് പറഞ്ഞൊരു മെത്തേഡ് ഡിഫൈൻ ചെയ്തു, അതിലേക്ക് ഒബ്ജക്റ്റിനെ ഇട്ട് കൊടുത്തു. അതിനുശേഷം പറയാണ് റിട്ടേൺ ദ ഒബ്ജക്റ്റിൻ്റെ ബാറ്ററി ഹെൽത്ത്. നമുക്കറിയാം ഇതെല്ലാം ഒബ്ജക്റ്റിൻ്റെ ഇൻസ്റ്റൻസ് ആട്രിബ്യൂട്ട്സ് ആണ്. സോ വെൻ യു ആർ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, കോൾ ചെയ്യണമെങ്കിൽ എന്താ ഈ ലൈന് ഓൺ കമൻറ്റ് ചെയ്യണം. എന്ന് വെച്ചാൽ ഗെറ്റ് ബാറ്ററി ഹെൽത്ത് ഒബ്ജക്റ്റ് ഡോട്ട് ഗെറ്റ് ബാറ്ററി ഹെൽത്ത് എന്ന് വിളിച്ചു കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ദി റെസ്പോൺസ് ബാക്ക്.
അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, അതിൻ്റെ റെസ്പോൺസ് കിട്ടി. അപ്പോൾ ഞാൻ പറയുകയാണ്, അപ്പോൾ ഇതിൻ്റെ വാല്യൂവിൽ മോഡിഫിക്കേഷൻ വരുന്നത് എങ്ങനെയാണ്? സോ വി നീഡ് ടു ഡു ദ മാത്ത് വിത്ത് അനദർ ഡിഫറെൻറ്റ് മെത്തേഡ്. മറ്റൊരു മെത്തേഡ് നമ്മൾ ഉണ്ടാക്കി, അതിന് യൂസ് ഫോൺ മെത്തേഡ് ഇട്ടു. സെൽഫ് എന്ന് പറഞ്ഞാണ് ഒബ്ജക്റ്റിൻ്റെ പേര്. അതിനകത്ത് പറയുന്നു മിനിറ്റ്സ് എന്ന് പറഞ്ഞ അട്രിബ്യൂട്ട് ഉണ്ട്. അപ്പം പറയുന്നു സെൽഫ് അണ്ടർസ്കോർ ബാറ്ററി ഹെൽത്തിനകത്ത് ഇപ്പം അരിത്മെറ്റിക് കാൽക്കുലേഷനാണ്. അതിൽ നിന്ന് എന്ത് പറയാൻ കുറയ്ക്കണം, മിനിറ്റ്സിനെ 0.01 വാല്യൂ എന്ന് മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം കുറയ്ക്കണം എന്ന് പറഞ്ഞാൽ ബാറ്ററി ഹെൽത്ത് ഉപയോഗിക്കുന്നതനുസരിച്ച് മിനിറ്റിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ പറയുന്നു 100 മിനിറ്റ്സ് ഉപയോഗിച്ചു. ഞാൻ ആ 100 മിനിറ്റ്സ് ഉപയോഗിക്കുമ്പോൾ എൻ്റെ ബാറ്ററി ഹെൽത്തിൽ മാറ്റം വരണം. അപ്പോൾ എന്ത്, ഇപ്പോൾ ബാറ്ററി ഹെൽത്ത് 90 ആയി. എന്ന് വെച്ചാൽ ഞാൻ അതിന് മുന്നേ ആണ് ഉപയോഗിച്ചത് ബാറ്ററി ഹെൽത്ത് കോൾ ചെയ്യുന്നതിന് മുമ്പ്. അപ്പോൾ ഞാൻ വേണമെങ്കിൽ ഇത് ഒന്നുകൂടെ ഇവിടെ മുകളിൽ നിന്ന് പ്രിൻറ്റ് ചെയ്യാം, ഡിഫറൻസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. 100 ആയിരുന്നു, പക്ഷേ ഉപയോഗത്തിന് ശേഷം 90 ആയി. അപ്പോൾ ഇങ്ങനെ മറ്റൊരു മെത്തേഡ് ഉപയോഗിച്ച് മാറ്റുക, അല്ലാതെ ഡയറക്റ്റ് നിങ്ങൾ അതിനകത്ത് പോയിട്ട് ഇവിടെ പോയിട്ട് വാല്യൂവിൽ ചേഞ്ച് വരുത്തരുത്. ഇവിടെ ചേഞ്ച് വരുത്തി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ആ ഇൻസ്റ്റൻസിൻ്റെ ഒരുപാട് ഫംഗ്ഷനാലിറ്റി, അതായത് പ്രൊട്ടക്റ്റഡ് ക്ലാസ് എന്ന് പറഞ്ഞാൽ, പ്രൊട്ടക്റ്റഡ് ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞാൽ റിയലി പ്രൊട്ടക്റ്റഡ് ആണ്. അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ പല ഭാഗത്തും പറഞ്ഞില്ലേ, നേരത്തെ ഡേറ്റ ഡിപ്പെൻഡൻസ് പറഞ്ഞില്ലേ, പല ഭാഗത്തും അത് ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ അതിനകത്ത് മാറ്റം വരാം, എന്ന് വെച്ചാൽ ഒബ്ജക്റ്റ് മൊത്തത്തിൽ മാറാം. ഇപ്പം ഉദാഹരണം, ഇതിൻ്റെ യൂസ് കേസ് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബാങ്കിങ് സിസ്റ്റംസ് ഉപയോഗിക്കുന്നു. ബാലൻസ് നമ്മൾക്കറിയാം, ബാലൻസിലേക്ക് ഒരാൾക്കും തൊടാൻ പാടില്ലാത്തൊരു കാര്യമാണ് അക്കൗണ്ട് ബാലൻസ്. ആ ബാലൻസ് എന്തിൻ്റെ പേരിലാണ് വേണ്ടത്? അതിനകത്ത് റാൻഡമായിട്ട് നമുക്ക് പോയി ആഡ് ചെയ്യുന്നതിന് പകരം എന്ത് ചെയ്യണം, ഒന്നുകിൽ ഡെപ്പോസിറ്റ് വഴിയോ വിത്ഡ്രോവൽ വഴിയോ ആ ബാലൻസിലെ എമൗണ്ടിൽ മാറ്റം വരുത്താനേ പാടുള്ളൂ. അല്ലാതെ നേരിട്ട് പോയി ബാലൻസിൽ വരുത്തിയാൽ നിങ്ങളുടെ അക്കൗണ്ട്സ് മുഴുവൻ പോവും, ബാങ്കിങ് സിസ്റ്റം തന്നെ പൊളിയും. അപ്പോൾ അത് പാടില്ല. പിന്നെ അതേപോലെ യൂസർ പ്രൊഫൈൽസ്, പാസ്വേഡ് ഓതൻറ്റിക്കേഷൻ റെസ്ട്രിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ പറഞ്ഞു കൊടുക്കാം പാസ്വേഡ് റെസ്ട്രിക്ഷൻ ട്രൂ ഓർ ഫോൾസ്. നമ്മൾ ഒരു കോൺഫിഗറേഷൻ പറഞ്ഞു കൊടുക്കുകയാണ്, ഒരു മെത്തേഡ് എഴുതാണ്, ഓക്കെ ഡിനൈ ടേൺ ഓഫ് ദി പാസ്വേഡ്ലെസ് ആക്സസ് എന്ന് എല്ലാം കൊടുക്കുകയെന്നുണ്ടെങ്കിൽ അതിനകത്ത് ട്രൂ ഓർ ഫോൾസ് ബൂളിയൻ സെറ്റ് ചെയ്ത് ചെയ്യുന്നതിൽ ആ ആക്സസിനെ മാറ്റിയെടുക്കാം. അതേപോലെ തന്നെ ഡിവൈസിൻ്റെ ഫേംവെയർ, ഇൻറ്റേർണൽ കോൺഫിഗറേഷൻസ് ഡിവൈസിന്, എന്ന് വെച്ചാൽ ഫേംവെയർസിൻ്റെ മാനുഫാക്ചറിങ് ഡേറ്റ്, അതിൻ്റെ ഒരു മാക് അഡ്രസ്സ്, അതൊക്കെ ഉണ്ട്. അതുങ്ങളുടെ സാധനങ്ങളൊക്കെ പറഞ്ഞ പോലെ പ്രൊട്ടക്റ്റഡ് ക്ലാസ്സിലേക്ക് ഇടണം. പിന്നെ അതുപോലെ മെഡിക്കൽ റെക്കോർഡ്സ്, അതായത് സെൻസിറ്റീവ് ഡേറ്റാസ് ഉണ്ടാകും. ആ സെൻസിറ്റീവ് ഡേറ്റ എപ്പോഴും പ്രൊട്ടക്റ്റഡ് ആയിട്ട് തന്നെ ഇരിക്കണം, ഒരാൾക്കും അതിനകത്ത് കൈകടത്താൻ പാടില്ല. അടുത്തൊരു കാര്യം, അടുത്തൊരു ഫീച്ചറാണ് അബ്സ്ട്രാക്ഷൻ എന്ന് പറഞ്ഞ ഫീച്ചർ. അബ്സ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എൻക്യാപ്സുലേഷൻ പോലെ തന്നെയാണ്. എൻക്യാപ്സുലേഷനിൽ നിങ്ങൾ ഡേറ്റ അല്ലെങ്കിൽ ആട്രിബ്യൂട്ടിനെയാണ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതെങ്കിൽ അൺഓതറൈസ്ഡ് ആക്സസിൽ നിന്ന്, അബ്സ്ട്രാക്ഷൻ പറയുന്നത് നിങ്ങൾ അതിൻ്റെ പുറകിൽ നടക്കുന്ന കാര്യങ്ങൾ അറിയരുത് എന്നുള്ളത് പറയുന്നതാണ് അബ്സ്ട്രാക്ഷൻ. നമ്മൾ ഇപ്പോൾ എൻജിൻ ഓടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാർ ഓടിക്കാൻ അറിഞ്ഞാൽ മതി, താക്കോൽ എങ്ങനെ ഇടണം, വണ്ടി എങ്ങനെ ഇഗ്നൈറ്റ് ചെയ്ത് വണ്ടി ടേൺ ഓൺ ചെയ്യണമെന്ന് മാത്രമേ അറിയാവുള്ളൂ. അതല്ലാതെ നിങ്ങൾക്ക് അതിനുള്ളിൽ എൻജിൻ എങ്ങനെ വർക്ക് ചെയ്യുന്നു, ഓയിൽ എങ്ങനെ വർക്ക് ചെയ്യുന്നു, സസ്പെൻഷൻ എങ്ങനെ വർക്ക് ചെയ്യുന്നത്, ഇതൊന്നും അറിയേണ്ട ആവശ്യമില്ല. അതിനാണ് അബ്സ്ട്രാക്ഷൻ എന്ന് വിളിക്കുന്നത്. അത് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് കോൺസെപ്റ്റ്സിൽ അതേപോലെ തന്നെയാണ്. നിങ്ങൾ ലോജിക്കൊന്നും അറിയേണ്ട, നിങ്ങൾ ആ സാധനം ഉപയോഗിച്ചാൽ മതി എന്ന് മാത്രമേ പറയുന്നുള്ളൂ. എന്ന് വെച്ചാൽ അബ്സ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ ലോജിക്ക് ഹൈഡ് ചെയ്യലാണ്. അപ്പം മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ ഇതുപോലെ തന്നെ ഇപ്പോൾ സ്നിപ്പറ്റ്സ് ആക്കാമെന്ന് വിചാരിച്ചു, കാരണം ലെങ്തിയാണ് വീഡിയോസ് എന്ന് മനസ്സിലായി. സോ അതെനിക്ക് കുറച്ചുകൂടെ എളുപ്പമാണ്, കാരണം എനിക്ക് എല്ലാം കൂടെ വലിച്ചു വാരിയിട്ട് പഠിപ്പിക്കേണ്ട. അപ്പം ഞാൻ ബ്രേക്ക് എടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. സോ അടുത്തതിൽ നമുക്ക് എൻ്റെ എന്താണ് പറഞ്ഞത്, ഇൻഹെറിറ്റൻസ് നോക്കാം. അതേപോലെ ഇൻഹെറിറ്റൻസ് കഴിഞ്ഞതിന് ശേഷം പോളിമോർഫിസം ഞാൻ എടുക്കണ്ടെന്ന് വിചാരിച്ചാണ്, പക്ഷേ അതുകൂടെ കഴിഞ്ഞാൽ തീർന്നെന്ന് തോന്നുന്നു. പോളിമോർഫിസം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിൻ്റെ ട്രൈ എക്സെപ്ഷൻ, എറർ ഹാൻഡ്ലിങ്ങിൽ നോക്കാം, പിന്നെ മൊഡ്യൂൾസ്, അത് കഴിഞ്ഞൊരു പ്രോജക്റ്റ് വൈൻഡ് അപ്പ്. ദാറ്റ്സ് ഓൾ. സോ താങ്ക് യു വെരി മച്ച് ആൻഡ് സീ യു നെക്സ്റ്റ് ടൈം.